നമസ്കാരം, എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടാലി ERP9 എങ്ങനെ അക്കൗണ്ടിംഗ് വൗച്ചറുകൾ റെക്കോർഡ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കമ്പനി ക്രിയേഷനെ കുറിച്ച്, അതിനുശേഷം രണ്ടാമത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തു എങ്ങനെ ലെഡ്ജർ അക്കൗണ്ടുകൾ അതിനകത്ത് പ്രിപ്പയർ ചെയ്യാന്നുള്ളതിനെ കുറിച്ച്. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഓരോ ട്രാൻസാക്ഷൻസും എങ്ങനെ നമ്മുടെ ടാലി ERP9 റെക്കോർഡ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പൊ സമയം കളയണ്ട, പെട്ടെന്ന് നമ്മുടെ ടാലിയുടെ സ്ക്രീനിലോട്ട് പോവാം. ടാലി ERP9 ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അക്കൗണ്ടിംഗ് വൗച്ചേഴ്സുകൾ യൂസ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ ഇപ്പം കാണുന്നത് ഗേറ്റ് വേ ഓഫ് ടാലിയുടെ മെയിൻ സ്ക്രീൻ ആണ്. അതിൽ നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുത്താൽ നമ്മൾ ആക്റ്റീവ് ആയിട്ടുള്ള കമ്പനി ബോൾഡിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ശ്രീയാൻ ആൻഡ് കമ്പനി എന്ന് പറഞ്ഞത് കാണാം. നോ വൗച്ചർ ആർ എൻറ്റേഡ്, നമ്മൾ വൗച്ചർ ഇതുവരെ ഒന്നും എൻ്റർ ചെയ്തിട്ടില്ല. അതുപോലെ അതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് വന്നാൽ ഗേറ്റ് വേ ഓഫ് ടാലിയുടെ മെനു കാണാനായിട്ട് സാധിക്കും. ഇനി അതിന്റെ ഉണ്ട് ഗേറ്റ് വേ ഓഫ് ടാലി ട്രാൻസാക്ഷൻ അക്കൗണ്ടിംഗ് വൗച്ചർ, അവിടെയാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ഗേറ്റ് വേ ഓഫ് ടാലിക്കകത്ത് പാത്ത് മനസ്സിലാക്കുക. ഗേറ്റ് വേ ഓഫ് ടാലി ട്രാൻസാക്ഷൻ അക്കൗണ്ടിംഗ് വൗച്ചർ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്ക് നിങ്ങൾക്ക് വൗച്ചർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സ്ക്രീൻ അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെ ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ നോക്കിയാൽ നിങ്ങൾ മനസ്സിലാക്കാം അക്കൗണ്ടിംഗ് വൗച്ചർ ക്രിയേഷൻ എന്ന് പറഞ്ഞാണ് ടേബിളിന്റെ തന്നെ ഈ സ്ക്രീനിന്റെ തന്നെ ഹെഡിങ് കിടക്കുന്നത് അക്കൗണ്ടിംഗ് വൗച്ചർ ക്രിയേഷൻ ആണ്. അതിന്റെ മിഡ് പോർഷനിലോട്ട് വന്നാൽ കമ്പനിയുടെ പേരുണ്ട്, ഏത് കമ്പനിയാണ് ഇപ്പൊ ആക്റ്റീവ് ആയിട്ടിരിക്കുന്നതെന്ന് അറിയാനായിട്ട് ശ്രീയാൻ ആൻഡ് കമ്പനി എന്ന് പറഞ്ഞ കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ റൈറ്റ് എൻഡിലോട്ട് വന്നാൽ കുറെ മെനു അവിടെ കിടപ്പുണ്ട്, കുറെ മെനുസ് അവിടെ അവൈലബിൾ ആണ്, കുറെ ഫംഗ്ഷൻസ് അവിടെ അവൈലബിൾ ആണ്. ഈ ഫംഗ്ഷൻസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ ആ ഫംഗ്ഷനെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ നമുക്ക് പെട്ടെന്ന് നോക്കി പോവാം. അവിടെ F4, F5, F6, F7, F8, F9, F10, F11 അങ്ങനെ പറഞ്ഞ് കുറച്ച് ഓപ്ഷൻസ് അവിടെ അവൈലബിൾ ആണ്, ഫംഗ്ഷൻസ് അവൈലബിൾ ആണ്. നമ്മൾ ട്രാൻസാക്ഷൻസിന്റെ നേച്ചർ അനുസരിച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫംഗ്ഷൻസ് സെലക്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമുക്ക് F4 എന്താ നമുക്ക് ആദ്യം നോക്കാം. F4 നമ്മൾ ഉദ്ദേശിക്കുന്നത് കോൺട്രാ എൻട്രീസ് ആണ്. ഇറ്റ് ഈസ് ഫോർ റെക്കോർഡിംഗ് ഡെപ്പോസിറ്റ് ഇൻ ടു ബാങ്ക് ആൻഡ് വിഡ്രോവൽ ഫ്രം ബാങ്ക് ഇൻ ടു ക്യാഷ്. ബാങ്കിലോട്ട് പൈസ ഡെപ്പോസിറ്റ് ചെയ്യാനും ബാങ്കിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്യുന്നതുമായിട്ടുള്ള ക്യാഷും ബാങ്കും തമ്മിലുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമ്മൾ F4 റെക്കോർഡ് ചെയ്യുക. അതുപോലെ നമുക്ക് അടുത്ത് F5 വന്നാൽ ഇറ്റ് ഈസ് ഫോർ ട്രാൻസാക്ഷൻ ഇൻവോൾവിംഗ് പേയ്മെന്റ് ഓഫ് ക്യാഷ് പേയ്മെന്റുകളാണ് F5 നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ബട്ട് നോട്ട് യൂസ്ഡ് ഫോർ ക്യാഷ് പർച്ചേസ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ക്യാഷ് പേയ്മെന്റുകളും നമ്മൾ F5 റെക്കോർഡ് ചെയ്യും. അതിനുശേഷം F6 കിടപ്പുണ്ട്. F6 അപ്പോൾ എന്തിനായിരിക്കും? റെക്കോർഡിംഗ് റെസീവ്സ് ഇൻ ടു ബാങ്ക് ഓർ ക്യാഷ് അക്കൗണ്ട്. നമുക്ക് പൈസ കിട്ടുന്നതായിട്ടുള്ള കാര്യങ്ങൾ, അത് ബാങ്കിലോട്ടായിക്കോട്ടെ ക്യാഷ് ആയിട്ടായിക്കോട്ടെ, പൈസ കിട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യുക? F6 റെസീവ്സിന്റെ രൂപത്തിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുക. ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ ക്യാഷ് സെയിൽ റെസീവ്സിനകത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ക്യാഷ് പർച്ചേസ് പേയ്മെന്റിലും പാടില്ല, ക്യാഷ് സെയിൽ റെസീവ്സിലും പാടില്ല. അതൊഴിച്ച് ബാക്കിയുള്ള എല്ലാ പേയ്മെന്റുകളും F5 എല്ലാ റെസീവ്സുകളും F6 റെക്കോർഡ് ചെയ്യുക. അതുപോലെ F7 ജേണൽ എന്ന് പറഞ്ഞ കിടപ്പുണ്ട്. ജേണൽ എന്തായിരിക്കും? ഫോർ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ അതർ ദാൻ കോൺട്രാ, പേയ്മെന്റ്, റെസീവ്സ്, സെയിൽസ്, പർച്ചേസ് ആൻഡ് മെമ്മോസ്. അപ്പൊ എന്താണ് ഈ പറഞ്ഞ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ കോൺട്രായിലും പേയ്മെന്റിലും റെസീവ്സിലും സെയിൽസിലും പർച്ചേസിലും ഒന്നും ഉൾപ്പെടാതെയുള്ള കുറച്ച് ട്രാൻസാക്ഷൻസ്, അതൊക്കെ നമുക്ക് F7 ജേണലിനകത്ത് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതിന് ഒരു എക്സാമ്പിൾ ആയിട്ട് എന്താണ് ഡിപ്രീസിയേഷൻ എടുത്താൽ, ഡിസ്കൗണ്ട് അലൗഡ് എടുത്താൽ, ഡിസ്കൗണ്ട് റിസീവ്ഡ്, അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റ്സുകളൊക്കെയാണ് നമ്മൾ F7 റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഉള്ളതാണ് F7 കഴിഞ്ഞാൽ F8 സെയിൽസ് ഉണ്ട്. സെയിൽസിൽ നമ്മൾ എന്താ റെക്കോർഡ് ചെയ്യുന്നത്? ദിസ് ഈസ് ഫോർ പോസ്റ്റിംഗ് ക്യാഷ് സെയിൽ ആൻഡ് ക്രെഡിറ്റ് സെയിൽ ഓഫ് ഗുഡ്സ്. ക്യാഷ് സെയിലും ക്രെഡിറ്റ് സെയിലും നമുക്ക് എവിടെ റെക്കോർഡ് ചെയ്യാം? F8 റെക്കോർഡ് ചെയ്യാം. അതുപോലെ തന്നെ F9 ഉണ്ട്. F9 എന്ത് പറയുന്നു? ദ പർച്ചേസ് വൗച്ചർ ഈസ് യൂസ്ഡ് ഫോർ റെക്കോർഡിംഗ് ബോത്ത് ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ്. ക്യാഷ് പർച്ചേസും ക്രെഡിറ്റ് പർച്ചേസും നമുക്ക് F9 നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും ഉണ്ട്. നമ്മളത് അപ്പൊ അതിനകത്ത് വരുന്ന ഡെബിറ്റ് നോട്ടിനകത്ത് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് റിട്ടേൺ, പർച്ചേസ് റിട്ടേണുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഡെബിറ്റ് നോട്ടിനകത്തും, സെയിൽസ് റിട്ടേണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ക്രെഡിറ്റ് നോട്ടിനകത്തുമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ആ ഓപ്ഷൻസിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് ട്രാൻസാക്ഷൻസ് ഒന്ന് റെക്കോർഡ് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നതെന്ന് അറിയാനായിട്ട്. അപ്പൊ നമ്മൾ എന്താണ് ആദ്യം നമുക്കൊരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ജേർണലൈസ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ്, പ്രിപ്പയർ ലെഡ്ജർ അക്കൗണ്ട് ആൻഡ് ഓൾസോ പ്രിപ്പയർ ട്രയൽ ബാലൻസ്. സോ അപ്പൊ നമുക്ക് എന്താണ് ഒന്നാമത്തെ കാര്യം,
അർജുൻ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് 12,000. നമ്മൾ ഓൾറെഡി ശ്രീയാൻ കമ്പനി എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ശ്രീയാൻ സ്റ്റാർട്ടഡ് ബിസിനസ് എന്ന് പറഞ്ഞ് നമുക്കാക്കാം. ശ്രീയാൻ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് 12,000 റുപ്പീസ്. 12,000 രൂപ 12,000 റുപ്പീസ് മുടക്കി ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ക്യാപിറ്റലാണ് നമുക്ക് ആദ്യം റെക്കോർഡ് ചെയ്യാനായിട്ടുള്ളത്. സോ അപ്പൊ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ ആണ്, ക്യാപിറ്റൽ വരുന്നതാണ് റെസീവ്സ് ആണ്. റെസീവ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ സെലക്ട് ചെയ്തു. ഓൾറെഡി ഇവിടെ റെസീവ്സ് ആണ് സെലക്ട് ആയി കിടക്കുന്നത്. നിങ്ങളുടെ കാണാനായിട്ട് സാധിക്കും റെസീവ്സ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ നമുക്കറിയാം ക്യാപിറ്റൽ ബിസിനസ്സിലോട്ട് വരുമ്പോഴത്തേക്ക് ജേണൽ എൻട്രി എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാപിറ്റൽ എന്നാണ്. അപ്പൊ നമുക്ക് ആദ്യം എന്താണ്? ക്യാഷ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ഈ എമൗണ്ടിന്റെ അവിടെ സി എന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ക്യാഷ് ഡിഫോൾട്ട് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിനകത്തുള്ളതാണ്. ക്യാഷ് ഞാൻ സെലക്ട് ചെയ്തു. ദെൻ അതിനുശേഷം അടുത്തത് എന്തിന്റെ രൂപത്തിലാണ് ക്യാഷ് വന്നതെന്നാണ് അവിടെ പറയേണ്ടത്. ക്യാപിറ്റലിന്റെ രൂപത്തിലാണ് വന്നത്. അപ്പം സി ഞാൻ വീണ്ടും ക്ലിക്ക് ചെയ്തു, അല്ലെങ്കിൽ എസ് ക്ലിക്ക് ചെയ്യാം. ശ്രീയാൻസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ലിസ്റ്റ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ലെഡ്ജർ അക്കൗണ്ടുകളൊക്കെ നമുക്ക് അവിടെ അവൈലബിൾ ആയി. അതിൽ എനിക്ക് വേണ്ട അക്കൗണ്ട് ഞാൻ സെലക്ട് ചെയ്യാൻ പോവാണ്. ശ്രീയാൻസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് ദെൻ അക്കൗണ്ട് സെലക്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുക? എമൗണ്ട് അടിച്ചു കൊടുക്കുക. 12,000 റുപ്പീസ് ആണ്. 12,000 റുപ്പീസ് ഞാൻ എൻ്റർ ചെയ്തു. ദെൻ അതിന് ശേഷം വീണ്ടും ഞാൻ എൻ്റർ ക്ലിക്ക് ചെയ്തു. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് ക്യാപിറ്റൽ അഡീഷണൽ ക്യാപിറ്റലോ അല്ലെങ്കിൽ എന്താണ് മറ്റ് ക്യാപിറ്റലോ എന്തെങ്കിലും നമുക്ക് ഫർണിച്ചറിന്റെ രൂപത്തിലോ മിഷനറി രൂപത്തിലോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഇനി നമ്മൾ എന്ത് ചെയ്യുക? എൻ്റർ അടിച്ചു കൊടുക്കുക. നരേഷൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാം. ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ്. ദെൻ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് പറഞ്ഞു കൊടുത്തു. ഓപ്ഷനിലാണ്, നരേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. എൻ്റർ അടിക്കുക. അപ്പം അക്സെപ്റ്റ് ചെയ്യാൻ പറയും. ശരിയാണെങ്കിൽ നമുക്ക് കേസ് കൊടുക്കാം, അല്ലെങ്കിൽ എൻ്റർ അടിച്ച് അക്സെപ്റ്റ് ചെയ്യാം. ഇനി കറക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ എൻ അടിച്ച് നോ കൊടുത്താൽ നമുക്ക് മതി. അപ്പം എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചപ്പോൾ നമ്മുടെ ഒന്നാമത്തെ വൗച്ചർ അല്ലെങ്കിൽ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ റെക്കോർഡായി കഴിഞ്ഞു. ദെൻ ഇനി നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് രണ്ടാമത്തെ വൗച്ചർ എന്താണ് റെക്കോർഡ് ചെയ്യാനുള്ളത് നോക്കാം. സോ അതിനായിട്ട് നമുക്ക് ക്വസ്റ്റിനിലോട്ട് പോകാം. ക്വസ്റ്റിനകത്ത് നമുക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത്? 2 പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ക്യാഷ് കൊടുത്ത് ഗുഡ്സ് പർച്ചേസ് ചെയ്തു. അപ്പൊ ഒരു പേയ്മെന്റ് ആണ്, പക്ഷെ ഇത് പർച്ചേസ് ആയതുകൊണ്ട് നമ്മൾ പർച്ചേസ് വൗച്ചറിലാണ് റെക്കോർഡ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് ടാലിയിൽ നോക്കാം. 6,000 രൂപയുടെ പർച്ചേസ് ആണ്. അപ്പൊ F9 പർച്ചേസ് ഞാൻ മൗസ് പോയിന്റർ യൂസ് ചെയ്ത് F9 ക്ലിക്ക് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ പർച്ചേസ് എന്ന് പറയുന്ന വൗച്ചർ ഓപ്പൺ ആയിട്ടുണ്ട്. സോ ആ വൗച്ചർ ഓപ്പൺ ആയിട്ട് നമുക്ക് ഇൻഫർമേഷൻസ് റെക്കോർഡ് ചെയ്ത് കൊടുക്കാം. ഡേറ്റ് ഒക്കെ കൊടുക്കണമെങ്കിൽ ഡേറ്റ് കൊടുക്കാം. സപ്ലയർ ഇൻവോയ്സ് നമ്പർ ഒക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ദെൻ അപ്പം ട്രാൻസാക്ഷൻ എങ്ങനെയാണ്? പർച്ചേസ് ആണ് നടന്നിരിക്കുന്നത്, ഗുഡ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ് എന്ന് പറയുന്നത്. അപ്പൊ 2 ഇവിടെ നമ്മൾ ക്യാഷ് സെലക്ട് ചെയ്ത് കൊടുത്തു. എമൗണ്ട് കൊടുത്തു. 6,000 റുപ്പീസിന്റെ ട്രാൻസാക്ഷൻ ആണ്. 6,000 റുപ്പീസ് റെക്കോർഡ് ചെയ്തു. ദെൻ ബൈ പർച്ചേസ് ആണ് നമ്മൾ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലിസ്റ്റ് ഓഫ് ലെഡ്ജറിനകത്ത് പർച്ചേസ് വന്നിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ലെഡ്ജർ ആണ്. ഇനി നമ്മുടെ ഈ ലിസ്റ്റ് ഓഫ് അക്കൗണ്ടിനകത്ത് അല്ലെ ലിസ്റ്റ് ഓഫ് ലെഡ്ജറിനകത്ത് നമുക്ക് അക്കൗണ്ട്സ് ഇല്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് പർച്ചേസ് ആയിക്കോട്ടെ, ഏത് ലെഡ്ജർ അക്കൗണ്ട് ആയിക്കോട്ടെ, ഏത് സമയവും നമുക്ക് പുതിയ ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മൾ ഓൾറെഡി പർച്ചേസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ പർച്ചേസ് ഇവിടെ ഉണ്ട്, അവൈലബിൾ ലിസ്റ്റിനകത്തുണ്ട്. സെലക്ട് ചെയ്ത് കൊടുത്തു. 6,000 തന്നെ വന്നു. എഴുതണമെങ്കിൽ കൊടുക്കാം. ദെൻ അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ രണ്ടാമത്തെ ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്തു. ഇനി അടുത്ത മൂന്നാമത്തെ ട്രാൻസാക്ഷൻ ഇതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പർച്ചേസ്ഡ് ഫർണിച്ചറാ. ഫർണിച്ചർ പർച്ചേസ് ചെയ്തു 2,000 രൂപയ്ക്ക്. അത് എങ്ങനെയാണ്? ക്യാഷ് പേയ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് പേയ്മെന്റ് ആണ്. ഫർണിച്ചർ ആയതുകൊണ്ട് ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്താണ്, പേയ്മെന്റ് ആണ്. ഉടനെ നമ്മൾ എന്ത് ചെയ്തു? മെനുവിനകത്ത് പേയ്മെന്റ് F5 പേയ്മെന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തു. ദെൻ ട്രാൻസാക്ഷൻ എങ്ങനെയാണ് വരുന്നത്? ട്രാൻസാക്ഷൻ നമുക്ക് വരുന്നത് എങ്ങനെയാണ്? പേയ്മെന്റ് ആണ്. പേയ്മെന്റ് നടത്തി എന്തിനു വേണ്ടിയാണ്? ഫർണിച്ചറിന് വേണ്ടിയാണ്. അപ്പൊ ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ് എന്നാണ് വരുന്നത്. അപ്പൊ ബൈ എന്താ കൊടുക്കണം? ഫർണിച്ചർ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഫർണിച്ചർ എൻ്റർ അടിച്ചു. അതിന്റെ എമൗണ്ട് കൊടുക്കണം. 2,000 റുപ്പീസിന്റെ ആയിരുന്നു ഫർണിച്ചർ. ദെൻ എങ്ങനെയാണ്? ക്യാഷ് ആയിട്ടാണ് പേയ്മെന്റ് കൊടുത്തിരിക്കുന്നത്, ടു ക്യാഷ്. അപ്പോൾ അവിടെ നമ്മൾ എന്താണ്? ക്യാഷ് ഇവിടെ ലിസ്റ്റിനകത്തുനിന്ന് ക്യാഷ് എന്ന് പറയുന്നത് നമ്മൾ ലെഡ്ജർ സെലക്ട് ചെയ്ത് കൊടുത്തു. എൻ്റർ അടിച്ചു. നരേഷൻ എഴുതണമെങ്കിൽ നമുക്ക് എഴുതാം. പർച്ചേസ്ഡ് ഫർണിച്ചർ എന്ന് പറഞ്ഞു കൊടുക്കാം. എൻ്റർ അടിച്ചാൽ അക്സെപ്റ്റ് ഓപ്ഷൻ വരും. യെസ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അടുത്ത ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് ട്രാൻസാക്ഷനിലോട്ട് പോകാം. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ഇതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ക്യാഷ് സെയിൽ നടത്തി എന്നാണ് പറയുന്നത്. അപ്പൊ റെസീപ്റ്റ് ആണ്, പക്ഷെ ക്യാഷ് സെയിൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ സെയിൽസിനകത്തായിരിക്കണം റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? സെയിൽസിനകത്ത് റെക്കോർഡ് ചെയ്യാനായിട്ട് പോവാണ്.
ഉടനെ നമ്മൾ ടാലി എടുത്തു. ടാലിക്കകത്ത് സെയിൽസ് എന്ന് പറയുന്ന F8 കിടക്കുന്നത്. F8 എടുത്തു. F8 നമ്മൾ എൻട്രി അടിച്ചു. ബൈ. അപ്പൊ എങ്ങനെയാണ് ട്രാൻസാക്ഷൻ നോക്കിയത്? സെയിൽ നടക്കുമ്പോൾ നമ്മൾ സാധാരണ എങ്ങനെ ചെയ്യാറുള്ളത്? സെയിൽ നടക്കുമ്പോൾ ക്യാഷ് കിട്ടും. ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു സെയിൽസ് എന്നാ. അപ്പൊ ബൈ നമ്മൾ എന്ത് കൊടുക്കണം? ഒന്നെങ്കിൽ ക്യാഷ് സെയിൽ ആയതുകൊണ്ട് ക്യാഷ്, ബാങ്ക് വഴിയാണെങ്കിൽ നമുക്ക് ബാങ്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ ക്യാഷ് സെലക്ട് ചെയ്തു. ദെൻ ട്രാൻസാക്ഷന്റെ എമൗണ്ട് നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ നോക്കിയേക്കാം. സെയിൽസിന്റെ എമൗണ്ട് എത്രയായിരുന്നു? 8,000 റുപ്പീസിന്റെ സെയിൽസ് ആണ് നടന്നിരുന്നത്. അപ്പൊ 8,000 റുപ്പീസ് റെക്കോർഡ് ചെയ്തു. എൻട്രി അടിച്ചപ്പം വീണ്ടും 2 എന്തിന്റെ ഭാഗമായിട്ടാണ്? സെയിൽസിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ സെയിൽസ് എന്ന് പറയുന്ന ലെഡ്ജർ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് സെലക്ട് ചെയ്ത് കൊടുത്തു. എമൗണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് എമൗണ്ട് റെക്കോർഡായി. നരേഷൻ നമുക്ക് കൊടുക്കാം, വേണമെങ്കിൽ സോൾഡ് ഗുഡ്സ് എന്ന് കൊടുക്കാം. അതിനുശേഷം എൻട്രി അടിച്ചാൽ അത് അക്സെപ്റ്റ് ആയി. അങ്ങനെ ആ ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്തു. ഇനി അടുത്ത ട്രാൻസാക്ഷൻ ഇതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്പൺ ബാങ്ക് അക്കൗണ്ട്. അപ്പൊ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് എന്താ നമ്മുടെ ജേണൽ എൻട്രി? ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ് ആണ്. കോൺട്രയാണ്. ബാങ്കും ക്യാഷും തമ്മിലുള്ള ട്രാൻസാക്ഷൻ ആണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ടാലി എടുത്തു. കോൺട്ര F4 കോൺട്ര എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ട്രാൻസാക്ഷൻ എങ്ങനെയാ വരുന്നത് നോക്കി. ബാങ്കിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്തു. ബാങ്കിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അപ്പൊ ഇവിടെ ആദ്യം 2 ചോദിച്ചിരിക്കുന്നത്. ടു ക്യാഷ്. അപ്പൊ ക്യാഷ് സെലക്ട് ചെയ്തു. ക്യാഷിനകത്ത് എമൗണ്ട് എത്രയാണെന്ന് നമുക്കൊന്നുകൂടെ നോക്കിയേക്കാം. എമൗണ്ട് ഓപ്പൺ ബാങ്ക് അക്കൗണ്ട് 5,000 റുപ്പീസ് ആണ്. സോ 5,000 റുപ്പീസ് നമുക്ക് എൻട്രി ചെയ്യാം. എൻട്രി ചെയ്തു. വീണ്ടും നമ്മൾ എന്താണ് എൻട്രി കൊടുത്തു. അപ്പൊ ബൈ എന്താണ് കൊടുക്കേണ്ടത്? ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഒരു അക്കൗണ്ട് കിട്ടി. അപ്പോൾ ഓൾറെഡി നമ്മളൊരു ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ലെഡ്ജറിനകത്ത്, SBI ബാങ്ക് അക്കൗണ്ട്. ഇനി SBIക്ക് പകരം എന്താണ് സൗത്ത് ഇന്ത്യൻ ബാങ്കോ ഫെഡറൽ ബാങ്കോ കാനറ ബാങ്കോ ഒക്കെ ആയിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യും? പുതിയൊരു ലെഡ്ജർ അങ്ങ് ക്രിയേറ്റ് ചെയ്യും അല്ലെ? ഇതിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് ഗേറ്റ് വേ ഓഫ് ടാലി പോയിട്ട് അവിടുന്ന് ലെഡ്ജർ എടുത്തിട്ട് ദെൻ അതിനകത്ത് സിംഗിൾ ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അവിടെ നമ്മൾ എന്താണ് പുതിയ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ലിസ്റ്റ് ഓഫ് ലെഡ്ജറിനകത്ത് ഈ പറഞ്ഞ ലിസ്റ്റ് നമുക്ക് അവൈലബിൾ ആവും. ഇപ്പൊ നമ്മൾ SBI തന്നെ നമ്മൾ സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്തു. ദെൻ അവിടെ നമുക്ക് ഇൻഫർമേഷൻസ് കൊടുക്കാം. റിസീവ്ഡ് ഫ്രം, ദെൻ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അതിന്റെ ഡിനോമിനേഷൻസ് എങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ദെൻ 5,000 റുപ്പീസ് ആണ്. നമ്മൾ എന്താണ് 500ന്റെ ആയിട്ട് വേണേൽ കൊടുക്കാം, അല്ല 1000ന്റെ ആയിട്ട് കൊടുക്കാം. നമുക്ക് ഏത് ഡിനോമിനേഷൻ ഉള്ളതാണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതോടെ അവൈലബിൾ ആകും. ഇപ്പോൾ 500ന്റെ 10 എന്നുള്ള രീതി നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യുക? എൻട്രി കൊടുത്തു. എൻട്രി കൊടുത്തപ്പോഴത്തേക്ക് ബ്രാഞ്ചിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, വേണേൽ കൊടുക്കാം. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ എൻട്രി റെക്കോർഡായി. അപ്പൊ ആ ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്തു. അടുത്ത ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? Then purchased goods and paid by check. ഗുഡ്സ് പർച്ചേസ് ചെയ്തു. ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്ക് ഗുഡ്സ് ആയതുകൊണ്ട് പർച്ചേസ് അക്കൗണ്ടിൽ വരണം. ചെക്ക് വഴിയാണ് ട്രാൻസാക്ഷൻ നടത്തിയിരിക്കുന്നത്. അപ്പൊ ക്യാഷ് അല്ല, ബാങ്ക്. അപ്പൊ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റഡ് ടു ബാങ്ക് എന്ന് പറഞ്ഞാണ് നമ്മൾ ട്രാൻസാക്ഷൻ വരേണ്ടത്. 4,000 രൂപയുടെ ട്രാൻസാക്ഷൻ ആണ്. ഉടനെ നമുക്ക് ടാലി എടുത്തു. പർച്ചേസ് ആണ്. പർച്ചേസ് അക്കൗണ്ട് നമ്മൾ സെലക്ട് ചെയ്തു. പർച്ചേസ് അക്കൗണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ദെൻ അതിനകത്ത് 2 ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ ജേണൽ എൻട്രി പറഞ്ഞ ബൈ ചെക്ക് ആണ്. അതുകൊണ്ട് തന്നെ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റഡ് ടു ബാങ്ക്, നമ്മുടെ SBI ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് പൈസ പോകുന്നത്. SBI ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്തു. 4,000 രൂപയുടെ ട്രാൻസാക്ഷൻ ആണെന്നാണ് പറഞ്ഞിരുന്നത്. ഒന്നുകൂടെ നമുക്ക് ചെക്ക് ചെയ്തേക്കാം. 4,000 റുപ്പീസിന്റെ ട്രാൻസാക്ഷൻ ആണ്. സോ 4,000 രൂപ എൻട്രി ചെയ്തു. ദെൻ അതിനുശേഷം അതിന്റെ ഇൻഫർമേഷൻസ് നമുക്ക് കൊടുക്കാം. എങ്ങനെയാണ് പർച്ചേസ് നടത്തിയത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണമെങ്കിൽ ചെക്ക് വഴിയാണോ ട്രാൻസാക്ഷൻ നടത്തിയത് എന്നൊക്കെ അറിയാം. നമ്മൾ ചെക്ക് തന്നെ സെലക്ട് ചെയ്തേക്കാം. ചെക്ക് സെലക്ട് ചെയ്തു. 4,000 രൂപ. ചെക്കിന്റെ നമ്പറോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഡേറ്റോ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കൊടുക്കാം. ദെൻ പർച്ചേസിന് വേണ്ടിയാണ്, അതുകൊണ്ട് ബൈ പർച്ചേസ് എടുത്തു 4,000. അതിനുശേഷം അക്സെപ്റ്റ് ചെയ്യാം. യെസ്, അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? പർച്ചേസ് കാണിച്ചു. പർച്ചേസിന്റെ ഇൻഫർമേഷൻ റെക്കോർഡ് ചെയ്തു. അടുത്ത ട്രാൻസാക്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ അടുത്തത് ക്യാഷ് സെയിലിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ സെയിൽസ് നമുക്ക് എവിടെ റെക്കോർഡ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് പറയാം. 3,000 രൂപയുടെ സെയിൽസ് ആണ്. ടാലി നമ്മൾ ഓപ്പൺ ചെയ്തു. ടാലിക്കകത്ത് F8 സെയിൽസിലാണ് റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. ദെൻ സെയിൽസിനകത്ത് ബൈ ചോദിച്ചു. സെയിൽസ് നടക്കുമ്പോൾ എങ്ങനെ ജേണൽ എൻട്രി വരുന്നത്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു സെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അപ്പൊ ക്യാഷ് സെയിൽ ആയിരുന്നു, നമുക്കൊന്നുകൂടെ ചെക്ക് ചെയ്തേക്കാം. ദെൻ നടന്നിരിക്കുന്നത് ക്യാഷ് സെയിൽ ആണ്. 3,000 രൂപയുടെ ക്യാഷ് സെയിൽ ആണ് നടന്നിരിക്കുന്നത്. സോ അപ്പം ബൈക്കകത്ത് നമ്മൾ ക്യാഷ് റെക്കോർഡ് ചെയ്തു. എമൗണ്ട് 3,000 കൊടുത്തു. ദെൻ സെയിൽസ് ആണ്. സെയിൽസ് സെലക്ട് ചെയ്ത് കൊടുത്തു. എൻട്രി അടിച്ചു. നരേഷൻ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ക്യാഷ് സെയിൽ എന്ന് പറഞ്ഞുകൊണ്ട് അക്സെപ്റ്റ് ചെയ്തു. വളരെ സിമ്പിൾ ആയിട്ട് ആ വൗച്ചർ നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത ട്രാൻസാക്ഷൻ ഇതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്.
അടുത്ത ട്രാൻസാക്ഷൻ പെയ്ഡ് ഇൻ ടു ബാങ്ക്. ബാങ്കിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്തു. വീണ്ടും ബാങ്കിലോട്ട് പൈസ ഡെപ്പോസിറ്റ് ചെയ്തു. കോൺട്രാ എൻട്രി ആണ് വരുന്നത്. കോൺട്രാ എൻട്രി ആയതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ടാലിയിൽ പോയിട്ട് കോൺട്രാ സെലക്ട് ചെയ്തു. കോൺട്രായ്ക്കകത്ത് ദെൻ പെയ്ഡ് ഇൻ ടു ബാങ്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നാണ് ജേണൽ എൻട്രി വരേണ്ടത്. 2000 രൂപയുടെ ട്രാൻസാക്ഷൻ ആണ്. സോ ഉടനെ നമ്മൾ എഴുതി ദെൻ പെയ്ഡ് ഇൻ ടു ബാങ്ക്, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അപ്പൊ 2 ആണ് ആദ്യം ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത്. ടു ക്യാഷ് നമ്മൾ സെലക്ട് ചെയ്തു. 2000 രൂപ നമ്മൾ എൻട്രി ചെയ്തു. അതിനുശേഷം നമ്മൾ എന്താണ് ദെൻ SBI ബാങ്ക് അക്കൗണ്ടുമായിട്ടാണ് ദെൻ ആ ട്രാൻസാക്ഷൻ SBI ബാങ്ക് തന്നെ സെലക്ട് ചെയ്തു. ദെൻ അതിനുശേഷം ഇൻഫർമേഷൻ ഒക്കെ നമുക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ദെൻ അപ്പൊ നമുക്ക് 2000 രൂപയാണ്. 500ന്റെ 4 നോട്ട് കൊടുത്തായിട്ട് നമുക്ക് കാണിക്കാം. 2000 റുപ്പീസ് അക്സെപ്റ്റ് ചെയ്തു. ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്തു. അങ്ങനെ ആ ട്രാൻസാക്ഷൻ 2000 രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തതിന്റെ ഇൻഫർമേഷൻ നമ്മൾ റെക്കോർഡ് ചെയ്തു. അടുത്തത് പെയ്ഡ് സാലറി ബൈ ചെക്ക്. സാലറി കൊടുത്തു, പേയ്മെന്റ് ആണ്. അത് ചെക്ക് വഴിയാണ് കൊടുത്തിരിക്കുന്നത്, ബാങ്ക് വഴിയാണ് കൊടുത്തിരിക്കുന്നത് 400 രൂപയുടേത്. സോ ഉടനെ നമ്മൾ ടാലി എടുത്തു. ടാലിക്കകത്ത് നമ്മൾ ഏത് വൗച്ചർ സെലക്ട് ചെയ്യണം? F5 പേയ്മെന്റ് സെലക്ട് ചെയ്തു. പേയ്മെന്റ് സെലക്ട് ചെയ്തതിനു ശേഷം ട്രാൻസാക്ഷൻ എങ്ങനെയാണ്? സാലറി കൊടുത്തു, അത് കൊടുത്തിരിക്കുന്ന ബാങ്ക് വഴിയാണ്. സോ സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്നാണ് വരേണ്ടത്. അപ്പൊ ബൈ എന്ത് കൊടുക്കണം? സാലറി. ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ലെഡ്ജറിനകത്തു നിന്ന് സാലറി നമ്മൾ സെലക്ട് ചെയ്തു. 400 റുപ്പീസ് ആണ് പേയ്മെന്റ് കൊടുത്തിരിക്കുന്നത്. ദെൻ 2 എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? ബാങ്ക് വഴിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ലിസ്റ്റിനകത്തുനിന്ന് എൻട്രി അടിച്ചപ്പോൾ ലിസ്റ്റ് വന്നു. ലിസ്റ്റിനകത്ത് നമ്മുടെ ബാങ്ക് നമ്മൾ സെലക്ട് ചെയ്തു. SBI ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്തു. വീണ്ടും എൻട്രി അടിച്ചു. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കൊടുക്കാം. ആ ബാങ്ക് വഴി കൊടുത്ത ചെക്ക് ആയിട്ടാണോ കൊടുത്തിരിക്കുന്നത്, അത് ഇലക്ട്രോണിക് ചെക്ക് ആണോ, ഇലക്ട്രോണിക് DD ആണോ, ദെൻ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് കൊടുക്കാം. നമ്മൾ ഇന്റർ ബാങ്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ദെൻ അല്ലെങ്കിൽ അതേഴ്സ് നമുക്ക് സെലക്ട് ചെയ്യാം. ദെൻ സെയിം ബാങ്ക് ട്രാൻസ്ഫർ ഉണ്ട്, പല ഓപ്ഷൻസ് നമുക്കുണ്ട്. ദെൻ നമുക്ക് ചുമ്മാ ഒരു ട്രാൻസാക്ഷൻ കൊടുക്കാം. അപ്പം അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് അടിച്ചു കൊടുക്കാം. IFSC കോഡും ബാങ്ക് അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. അതൊക്കെ നമ്മൾ ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി വേണമെങ്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാം. എഡ്യൂക്കേഷൻ പർപ്പസ് ആണ്, ഞാൻ ഒന്നും റെക്കോർഡ് ചെയ്യുന്നില്ല. വീണ്ടും അക്സെപ്റ്റ് കൊടുത്തു. അക്സെപ്റ്റ് കൊടുത്തപ്പോൾ നമ്മൾ എന്താണ് ആ ട്രാൻസാക്ഷൻ റെക്കോർഡായി കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത് നമ്മുടെ ലാസ്റ്റ് ഒരു ട്രാൻസാക്ഷൻ നമുക്കൊന്ന് റെക്കോർഡ് ചെയ്ത് നോക്കാം. റിസീവ്ഡ് കമ്മീഷൻ. കമ്മീഷൻ റിസീവ് ചെയ്തു. അപ്പൊ റെസീപ്റ്റ് ആണ്, അപ്പൊ ക്യാഷ് റെസീപ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ജേണൽ എൻട്രി എങ്ങനെയാണ്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു കമ്മീഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് വരേണ്ടത്. 200 റുപ്പീസ് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു കമ്മീഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ടാലി എടുക്കാം. ദെൻ റെസീപ്റ്റ് ആണ്. ഞാൻ ഇവിടുന്ന് മെനു ബാറിൽ നിന്ന് F6 റെസീപ്റ്റ്സ് ക്ലിക്ക് ചെയ്തു. അപ്പൊ റെസീപ്റ്റ്സ് എന്ന് പറഞ്ഞ വൗച്ചർ വന്നിട്ടുണ്ട്. നമ്മുടെ ജേണൽ എൻട്രി എങ്ങനെ? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു കമ്മീഷൻ എന്ന് പറഞ്ഞാൽ വരണ്ട. അപ്പൊ 2 ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ 2വിനകത്ത് നമുക്ക് എന്ത് സെലക്ട് ചെയ്ത് കൊടുക്കണം? കമ്മീഷൻ റിസീവ്ഡ് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്തു. എമൗണ്ട് 200 റുപ്പീസ് ആയിരുന്നു. 200 നമ്മൾ സെലക്ട് ചെയ്തു. എൻട്രി അടിച്ചു. എൻട്രി അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത ബൈ ചോദിച്ചിട്ടുണ്ട്. ബൈയിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? ക്യാഷ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ക്യാഷ് സെലക്ട് ചെയ്തു. എൻട്രി അടിച്ചു. നരേഷൻ കൊടുക്കാം. കമ്മീഷൻ റിസീവ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട്, ഇല്ലെങ്കിലും കുഴപ്പമൊന്നും. അക്സെപ്റ്റ് ചെയ്തു. ദെൻ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് തന്നിരുന്ന എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ തന്നിരുന്ന 10 ട്രാൻസാക്ഷൻ ഉണ്ട്. 10 ട്രാൻസാക്ഷൻ നമ്മൾ ബുക്ക് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. സോ അപ്പൊ ഈ രീതിയിലാണ് ടാലി യൂസ് ചെയ്ത് ട്രാൻസാക്ഷനകത്തുനിന്ന് വൗച്ചർ സെലക്ട് ചെയ്ത് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ ഏതെങ്കിലും ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പോൾ ലെഡ്ജർ അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് അന്നേരം തന്നെ ഗേറ്റ്വേ ഓഫ് ടാലി അക്കൗണ്ട് ഇൻഫോയിൽ പോയിട്ട് അക്കൗണ്ട് ഇൻഫോയിൽ നിന്ന് നമുക്ക് ലെഡ്ജർ സെലക്ട് ചെയ്തിട്ട് ലെഡ്ജറിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ സിംഗിൾ ലെഡ്ജറിനകത്ത് ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്താൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് വീണ്ടും നമ്മൾ തിരിച്ചെന്താണ് ഗേറ്റ്വേ ഓഫ് ടാലി ഏത് സമയം വേണമെങ്കിലും ഗേറ്റ്വേ ഓഫ് ടാലിയിൽ ക്ലിക്ക് ചെയ്താൽ അങ്ങോട്ട് പോവാം. അതിൽ നിന്ന് ട്രാൻസാക്ഷൻസ് അക്കൗണ്ടിങ് വൗച്ചർ എടുത്താൽ വീണ്ടും വൗച്ചറിലോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ കുറച്ച് ട്രാൻസാക്ഷൻസ് മാത്രമേ ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് എന്ന പോലെ നമ്മൾ ഇപ്പം കാണിച്ചിട്ടുള്ളൂ. കൂടുതൽ ട്രാൻസാക്ഷൻസ് ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ എല്ലാവരും ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ ഒന്ന് റെക്കോർഡ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ്സ് ആയിട്ട് അറിയിക്കുക. അപ്പൊ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.